നയൻതാരയുടെ വിവാഹ വീഡിയോയ്ക്കൊപ്പം അവരുടെ സിനിമയെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള കഥകൾ ഡോക്യുമെന്ററി പുറത്തു വന്നിരിക്കുന്നു. ഇക്കഴിഞ്ഞ നവംബറിലാണ് നയൻതാരയുടെ 40ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഡോക്യുമെന്ററി റിലീസ് ചെയ്യുന്നത്. തന്റെ പ്രണയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഇതിൽ നയൻതാര തുറന്നു സംസാരിച്ചിരിക്കുന്നുണ്ട്. പിന്നാലെ 2011 തൻ സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി. ഇപ്പോൾ പ്രഭുദേവയുമായി പ്രണയത്തിലായതിനെ തുടർന്നാണ് നടി അങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഹോളിവുഡ് റിപ്പോർട്ടിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ഇക്കാര്യം തുറന്നു പറഞ്ഞത്. പ്രഭുദേവയുമായി ഉണ്ടായിരുന്ന പ്രണയത്തിന്റെ പേരിലാണ് നയൻസിന് ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത്. വിവാഹിതനും 3 കുട്ടികളുടെ പിതാവുമായ പ്രഭുദേവ ആദ്യ ഭാര്യ കൂടെയുള്ളപ്പോൾ തന്നെയാണ് നടിയുമായി ഇഷ്ടത്തിലാകുന്നത്. എന്നാൽ ആ ബന്ധം തകർത്തു എന്ന ആരോപണം പിൽക്കാലത്ത് നയൻതാരയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. മാത്രമല്ല, ഇദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നതിനു വേണ്ടി നടി മതം മാറുകയും ചെയ്തു. എന്നാൽ അധികം വൈകാതെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ നടി പിന്മാറി. വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അദ്ദേഹം തന്നോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തനിക്ക് മറ്റൊരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് താൻ ഈ ഒരു തീരുമാനമെടുത്തത്. അന്ന് സിനിമയിൽ നിന്ന് മാറി നിൽക്കാമെന്ന ചിന്തയിലേക്ക് വരെ എത്തിയെങ്കിലും പ്രണയം ഉപേക്ഷിച്ച് താൻ തിരിച്ചു വരികയായിരുന്നുവെന്നാണ് അടുത്തിടെ നയൻതാര വെളിപ്പെടുത്തിയത്. സിനിമയിൽ വ്യത്യസ്തമായ പ്രണയബന്ധങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും നടി ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. അതൊക്കെ ഒരു മോശമാണെന്ന് താൻ പറയുന്നില്ല. ഈ മേഖലയിൽ അങ്ങനെയാണ് കുറെ കാലമായി നമ്മൾ കണ്ടുവരുന്നത്. 2ാം വിവാഹം പോലെ ജീവിതത്തിൽ സ്നേഹത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്നാണ് എന്നിലുള്ള പെൺകുട്ടി കരുതിയിരിക്കുന്നത്. നമ്മുടെ പങ്കാളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നമ്മളും ത്യജിക്കേണ്ടി വരുമെന്നാണ് പ്രണയത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ ബന്ധമാണ് എന്നെ ഇന്നത്തെ ഞാനാക്കി മാറ്റിയതും. പ്രണയത്തെക്കുറിച്ചുള്ള എന്റെ ധാരണകൾ മാറിയത് ഭർത്താവായ വിഘ്നേഷിനെ കണ്ടത് മുതലാണ്. ഉപാധികളില്ലാതെ പ്രണയം നിലനിൽക്കുന്ന ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കിയതും അദ്ദേഹത്തിലൂടെയാണെന്നും നയൻതാര വ്യക്തമാക്കുന്നു. കരിയറിന്റെ ഉയർച്ചയിലേക്ക് വളരുന്നതിനിടയിലാണ് നയൻതാരയും പ്രഭുദേവും തമ്മിൽ പ്രണയത്തിലാകുന്നത്. അന്നിത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായെങ്കിലും പിന്നീട് താരങ്ങൾ വേർപിരിയുകയായിരുന്നു. ആ ഒരു വേർപിരിയൽ തന്നെയാണ് നയൻതാരയുടെ കരിയറിലും ഗുണമായി മാറി നിന്നത്. രാജാറാണി എന്ന സിനിമയിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ നടി പിന്നീട് നായകന്മാർക്ക് പ്രാധാന്യമില്ലാതെ സിനിമകളിൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റുകളാക്കി മാറ്റി. ഇതോടെ തെന്നിന്ത്യയുടെ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പേര് ലഭിക്കുവാനും കാരണമായി. ഇന്ന് സംവിധായകൻ വിഘ്നേഷ് ശിവന്റെ ഭാര്യയും 2 ഇരട്ട ആൺമക്കളുടെ അമ്മയുമാണ് നയൻതാര. ഒപ്പം സിനിമാഭിനയവും നിർമ്മാണവും മറ്റു ബിസിനസ്സുകളും ഒക്കെ തന്നെ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇതിനിടയിൽ നടൻ ധനുഷുമായി ചില വിവാദങ്ങൾ ഉണ്ടായതിനെ കുറിച്ചും നടി തുറന്നു സംസാരിച്ചിരുന്നു. എന്നാൽ ധനുഷിന്റെ വാദം ഇങ്ങനെയാണ്: നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവനുമെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായാണ് ധനുഷ് രംഗത്തെത്തിയത്. മദ്രാസ് ഹൈക്കോടതിയിൽ നയൻതാരയ്ക്കെതിരെ നൽകിയ സിവിൽ കേസിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് രൂക്ഷ പരാമർശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. നാനും റൌഡി താൻ സിനിമ പരാജയപ്പെട്ടത് ഇരുവരുടെയും പ്രണയം കാരണമാണെന്നാണ് ധനുഷിന്റെ വെളിപ്പെടുത്തൽ. 4 കോടി ബഡ്ജറ്റിലാണ് സിനിമ തുടങ്ങിയത്. നയൻതാരയും വിഘ്നേഷും തമ്മിലുള്ള പ്രണയം തുടങ്ങിയതോടെ ചിത്രീകരണം വൈകി. സെറ്റിൽ ഇരുവരും വൈകി വരുന്നത് പതിവായി. വിഘ്നേഷ് സെറ്റിലെ മറ്റെല്ലാവരെയും അവഗണിച്ച് നയൻതാരയ്ക്ക് പിന്നാലെ കൂടി. നയൻതാര ഉൾപ്പെട്ട രംഗങ്ങൾ വീണ്ടും വീണ്ടും ചിത്രീകരിച്ചു. ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത പെരുമാറ്റമായിരുന്നു ഇരുവരുടെയും. ഇത് കാരണം നിശ്ചയിച്ച ബഡ്ജറ്റിൽ നിന്ന് ചിത്രം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എന്നാൽ അതേസമയം ഇരുവരുടെയും വിവാഹ ഡോക്യുമെന്ററിക്കായി സിനിമയുടെ ദൃശ്യങ്ങൾ രഹസ്യമായി വിട്ടു നൽകണമെന്ന് വിഘ്നേഷ് ആവശ്യപ്പെട്ടുവെന്നും ധനുഷ് ആരോപിച്ചിട്ടുണ്ട്. ധനുഷിന്റെ നിർമ്മാണ കമ്പനി വണ്ടർബാർ ഡയറക്ടറെ ഫോണിൽ വിളിച്ചാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ ധനുഷ് അറിയാതെ ഒന്നും ചെയ്യാനാകില്ലെന്ന് കമ്പനി മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ ആവശ്യം നിരസിച്ചപ്പോൾ വിഘ്നേഷ് അസഭ്യം പറഞ്ഞുവെന്നും ധനുഷ് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ ഡോക്യുമെന്ററിയിൽ നയൻതാര ബിയോണ്ട് ദി ഫെയർടെലിനെതിരെ നടൻ ധനുഷ് നൽകിയ ഹർജിയിൽ മറുപടി ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിക്ക് ഉത്തരവിട്ടിരുന്നു. ജനുവരി 8-നകം നയൻതാര, ഭർത്താവ് വിഘ്നേഷ് ശിവൻ, നെറ്റ്ഫ്ലിക്സ് എന്നിവർ മറുപടി നൽകണമെന്നാണ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നാനും റൌഡി താൻ ചിത്രത്തിന്റെ അണിയറ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചു, പകർപ്പവകാശം ലംഘിച്ചു എന്ന് കാണിച്ചാണ് ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. നവംബർ 27-നാണ് ഡോക്യുമെന്ററി തർക്കത്തിൽ ധനുഷ് നയൻതാരയ്ക്കെതിരെ ഹർജി നൽകിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.